ഇതാണ് ആ പട്ടയം. വീരസ്വാമി മകൻ രംഗസ്വാമി, മാൻകുത്തിമേട്, പൂതളപ്പാറ. ആകെയുള്ളത് ഒരു പേരും നാടും മാത്രം. നെടുങ്കണ്ടത്ത് നിന്ന് ആനക്കൽ വഴിയാണ് യാത്ര. ആനക്കൽ എത്തിയിരിക്കുകയാണ്. ഇവിടെ നിന്നാണ് മാങ്കുത്തിമേട്ടിലേക്ക് പോകേണ്ടത്. മാങ്കുത്തിമേട് ഇതാണ് മാങ്കോത്തിമേട്. കേരള തമിഴ്നാട് അതിർത്തിയാണ്. ഈ മലകൾക്ക് അപ്പുറം നമ്മൾ കാണുന്നത് തമിഴ്നാടാണ്. ഇവിടെയാണ് പൂതളപ്പാറ എന്ന സ്ഥലമുള്ളത്. അവിടെയാണ് വീരസ്വാമി മകൻ രംഗസ്വാമിയെ നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. ഇതാണ് പൂതളപ്പാറ. വീരസ്വാമി മകൻ രംഗസ്വാമി. രംഗസ്വാമി ഉണ്ട് ഈ ഭാഗത്ത് ഉണ്ടായിരുന്നു. പിന്നെ അവരുടെ കാരണർ വീരസ്വാമിയാന്ന് തെളിവില്ല. ഈ പൂതളപ്പാറയിൽ ഒരേ ഒരു രംഗസ്വാമിയേ ഉള്ളൂ. ആൾക്ക് വേറെ പുറത്ത് സ്ഥലമുള്ളതായിട്ട് അറിവില്ല. ഇല്ല, വേറെ ഒന്നൊന്നും അറിയിക്കില്ല. ചായ ഉണ്ടാട്ടാ. ഇവിടെ എത്ര വർഷമായി ഇവിടെ താമസിക്കുന്നത്? 30 വർഷം. ഇവിടെ ഒരു വീരസ്വാമി മകൻ രംഗസ്വാമി കേട്ടിട്ടുണ്ടോ? ആളെ വീരസ്വാമി മകൻ രംഗസ്വാമി. രംഗസ്വാമി എന്ന് പറയുന്നത് ചേട്ടാ ആളെ കിട്ടിയോ? ഒരാൾ പറയുന്നു ഈ രംഗസ്വാമി ഉണ്ടെന്ന്, മറ്റൊരാൾ പറയുന്നു രംഗസ്വാമി ഇല്ലെന്ന്. ഇനി ഇവിടെ ഒരു രംഗസ്വാമി ഉണ്ട്. ആ രംഗസ്വാമിയാണോ നമ്മൾ അന്വേഷിച്ചു വരുന്ന വീരസ്വാമി മകൻ രംഗസ്വാമി? അതാണ് ഇനി അറിയാനുള്ളത്. നമുക്ക് വോട്ടർ പട്ടിക ഉണ്ട്. ആ വോട്ടർ പട്ടികയും കൂടി എടുത്തു നോക്കാം. ഈ രംഗസ്വാമി വീരസ്വാമി മകൻ രംഗസ്വാമിയാണോ? ഈ രംഗസ്വാമി വീരസ്വാമി മകൻ രംഗസ്വാമി അല്ല. ഇതെനിക്ക് നേരത്തെ മുതൽ അറിയാവുന്നതാണ്. വർഷങ്ങളായിട്ട് മാങ്കുത്തിമേട്ടിൽ ഉള്ള ഒരു ആദിവാസി കോളനിയിലെ താമസക്കാരനാണ്. മണി എന്നാണ് അയാളുടെ അച്ഛൻ്റെ പേര്. ഈ പൂതാളപ്പാറയിൽ ഒരു വീരസ്വാമി മകൻ രംഗസ്വാമിയെ കേട്ടിട്ടുണ്ടോ? പൂതാളപ്പാറ ഭാഗത്ത് ഈ വീരസ്വാമി മകൻ രംഗസ്വാമിയെ ഞാൻ ഇതുവരെ കേട്ടിട്ടില്ല. എൻ്റെ അറിവിൽ അങ്ങനെ ഒരാളില്ല. എനിക്ക് ആ പ്രദേശം നന്നായിട്ട് പരിചയമുള്ള സ്ഥലമാണ്. ഞാനിതുവരെ അങ്ങനെ ഒരാളിനെ പറ്റി പരിചയമില്ല. ഇവർക്കാർക്കും അറിയാത്ത വീരസ്വാമിയുടെ മകൻ രംഗസ്വാമിയെ കുറിച്ച് തോട്ടം തൊഴിലാളിയായ ആനന്ദന് ചിലത് പറയാനുണ്ടായിരുന്നു. വീരസ്വാമി രംഗസ്വാമിയെല്ലാം മാറിപ്പോയി. തമിഴ്നാട് ഇത് പണയപ്പുറം ഉത്തമപാളയം. നേരത്തെ ഇവിടെ താമസിച്ചിരുന്നവരാണ്. ആനന്ദൻ പറയുന്ന അതേ കാര്യമാണ് വീരസ്വാമി രംഗസ്വാമിയെ കുറിച്ച് വില്ലേജ് ഓഫീസർക്കും പറയാനുള്ളത്. പട്ടയം യഥാർത്ഥത്തിലുള്ളതാണ്. അത് ജെന്യുവനാണെന്ന് നോക്കാനാണ് കോടതി പറഞ്ഞേക്കുന്നത്. 70-ലാണ് ഇതിന് പട്ടയം കിട്ടുന്നത്. 78-ൽ ഇയാൾ വേറെ ആൾ കൊടുക്കുന്നു. അത് കഴിഞ്ഞിട്ട് പിന്നീട് എനിക്ക് 90 സംതിങ്ങിലൊക്കെ പറ്റാണ് ഇതിന്റെ മുൻ കൈവശേഷം മേടിക്കുന്നത്. ഇതാണ് നമ്മൾ അന്വേഷിക്കുന്ന വീരസ്വാമി മകൻ രംഗസ്വാമിക്ക് പട്ടയം കിട്ടിയ 3 ഏക്കർ 8 സെന്റ് ഭൂമി. പൂതാളപ്പാറയിൽ ഇന്ന് രംഗസ്വാമിയോ പിൻതലമുറക്കാരോ ആരും തന്നെയില്ല. 1971-ൽ എങ്ങനെ രംഗസ്വാമിക്ക് പട്ടയം കിട്ടിയെന്നത് വിശദമായി തന്നെ പരിശോധിക്കേണ്ടതാണ്. ഒരു ഫോറൻസിക് പരിശോധന നടന്നാൽ ഇതിന്റെ വസ്തുതകൾ പുറത്തേക്ക് വരാനുള്ള സാധ്യതയുണ്ട്. പൂതളപ്പാറയിൽ നിന്നും ക്യാമറമാൻ PS വേണുവിനൊപ്പം ബിനിൽ, മാതൃഭൂമി ന്യൂസ്.